morning. Good morning, ma'am. 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 Prayer പാടട്ടെ. Prayer പാടട്ടെ, ma'am. കുറച്ചുകൂടി ആള് കേട്ടോ. മാം ഞങ്ങൾ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നില്ലടോ പറയുന്നത്. ഞങ്ങൾ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു മാം. ഞങ്ങൾ കുറച്ച് പേര്. അശ്വതി മാമിനെ ജിസ്ന മാമിനെയൊക്കെ കണ്ടു. കുഴപ്പമില്ല, നല്ലതായിരുന്നു മാം. നമ്മുടെ ടെൻഡൻസീസ് ഒക്കെ ഞാൻ എവിടെ വരെ എടുത്തെന്ന് അറിയാമോ? Good morning, ma'am. മോർണിംഗ്. എവിടെ വരെ എടുത്തെന്ന് അറിയാമോ ടെൻഡൻസി? നോക്കട്ടെ മാം, ഇപ്പൊ പറയാം. ഇനി എടുക്കുന്നത് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. എന്താണ്? അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി ഇനി എടുക്കാനുള്ളത്. ശരി. ഓക്കെ, പ്രിയർ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ മാം. എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേരിയായി എന്നോടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. താങ്ക് യു മാം. Good morning, ma'am. If you want to do something different, നമുക്ക് എന്തും ചെയ്യാൻ കഴിയില്ലെന്നോ അത് നമുക്ക് തോന്നുന്നോ അത് തന്നെ നമ്മൾ ചെയ്യാം. ചിലപ്പോൾ തോറ്റുപോയി വരും, പക്ഷെ അപ്പോഴും നമുക്ക് അഭിമാനത്തോടെ പറയാം, ഐ ആം ഡിഫറെന്റ്. താങ്ക് യു മാം. സൈനിങ് ഉണ്ടോ? ഉണ്ട് മാം. Okay. Good morning, ma'am and my dear friends. Today we celebrate World Cotton Day. It is observed every year on October 7th to recognize the importance of cotton in our daily lives and to appreciate the hard work of cotton farmers. Cotton is known as the white gold of the textile industry because it provides clothing, jobs, and comfort to millions of people around the world. Let us take a moment to thank all those who grow and produce this valuable natural fiber. Thank you. ഇത്രയും കുട്ടികളെ ക്ലാസ്സിൽ കയറാറുള്ളോ? ഇത്രയും പേരുണ്ടാവാറുള്ളോ ക്ലാസ്സില്? ഇപ്പൊ കുറവാ മാം. ഇതിനേക്കാളും കൂടുതൽ പേര് കയറാറുണ്ട് മാം. ഇപ്പൊ കുറവാണ് ഇപ്പൊ കയറുന്നത്. നമ്മുടെ ടെൻഡൻസീസ് പ്ലാനില്
അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി തുടങ്ങി എടുക്കണം അല്ലെ? യെസ്. എന്താണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്? ഒരു കാര്യത്തിൽ നിന്ന് തെന്നിമാറി പോകുന്നതല്ലേ മാം? അതായത് നമ്മുടെ ഫിസിക്കൽ വേർഡിനപ്പുറം നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പല ഐഡിയാസ് പുതിയതായി രൂപപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യന്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അതായത് നമ്മുടെ ഫിസിക്കൽ വേർഡിനപ്പുറം മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന ആ ഒരു കപ്പാസിറ്റിയാണ് എന്ത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികളിൽ എങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ വരുന്നത്? കുട്ടികൾ അബ്സ്ട്രാക്റ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത്? ആണോ? നമ്മൾ മനുഷ്യരെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് അബ്സ്ട്രാക്ഷൻ എന്ന ആ ഒരു ടെൻഡൻസി മൂലമാണ്. ഓക്കെ, അതായത് അമൂർത്തീകരണം എന്ന ഒരു പ്രവണത മൂലമാണ് നമ്മൾ പുതിയ ഐഡിയാസ്, പുതിയ കാര്യങ്ങൾ, പല ചിന്തകളിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് കുട്ടികളോട് ഒരു കഥ എഴുതാൻ പറഞ്ഞു, ഒരു ടോപ്പിക് കൊടുത്തിട്ട് കഥ എഴുതാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഏത് മെത്തേഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അബ്സ്ട്രാക്ഷൻ മെത്തേഡാണ് അല്ലെ? ഇപ്പൊ ടോപ്പിക്സ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പുഴ, നദി, അല്ലെങ്കിൽ മലനിരകൾ, അല്ലെങ്കിൽ കുറുക്കനും കോഴിയും, അങ്ങനെയൊക്കെ ഒരു ടോപ്പിക്സ് നമ്മൾ കൊടുത്താല് അവർക്ക് ആ ടോപ്പിക്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റണം അല്ലെ? ഇമാജിനേഷനേക്കാൾ കൂടുതൽ എന്താണ്? അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് കാര്യകാരണങ്ങൾ കണക്ട് ചെയ്ത് ആ സ്റ്റോറിയിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, യെസ്. എന്താണ് ഒരു കുട്ടിയോട് ഏതെങ്കിലും ഒരു വിഷയം കൊടുത്തതിന് ശേഷം, അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. വിഷയം കൊടുത്തതിന് ശേഷം ആ കുട്ടി അബ്സ്ട്രാക്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, യെസ്. ഇനി ഈ അബ്സ്ട്രാക്ഷൻ ലെവൽ ഓരോ മനുഷ്യരിൽ, അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ എന്താണ്? അബ്സ്ട്രാക്ഷൻ ലെവലിൽ വ്യത്യാസമുണ്ട്. അതായത് എല്ലാവരും ചിന്തിക്കുന്നത് ഒരേപോലെയാണോ? ഒരേപോലെയാണോ എല്ലാവരും ചിന്തിക്കുന്നത്? അല്ല. കുട്ടികൾ ചിന്തിക്കുന്നത് പോലെയല്ല മുതിർന്നവർ ചിന്തിക്കുന്നത്. കുട്ടികളുടെ ചിന്താഗതി എന്ന് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്റ്റീവ് ആണ്, എങ്കിലും എന്താണ്? വളരെ അർത്ഥപൂർവമായിട്ടൊന്നും അവര് ആദ്യത്തെ സ്റ്റേജിലൊന്നും ചിന്തിച്ചു തുടങ്ങുന്നില്ല അല്ലെ? പിന്നീടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എന്റെ കുട്ടികളിലേക്ക് ആ അമൂർത്തീകരണം എന്ന പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയി മാറുന്നത്. ഓക്കെ, നമ്മുടെ സാഹിത്യകാരന്മാർ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റുകൾ, ഇവരിലൊക്കെ എന്താണ്? കൂടുതലായിട്ടും എന്തുണ്ട്? ഈ അബ്സ്ട്രാക്ഷൻ എന്ന ടെൻഡൻസീസ് കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പുതിയ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതായത് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്താലും അവരതിനെ ആ ക്രിയേറ്റ് ചെയ്ത ഐഡിയ, ഈ ആശയങ്ങൾ എന്താണ്? ഒന്നുകൂടി വിശകലനത്തിലൂടെ എന്താണ്? ചിന്തിക്കും. പലതരത്തിലായിട്ട് അത് ചിന്തിച്ചിട്ടാണ് അത് പൂർണ്ണമാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോ അബ്സ്ട്രാക്ഷൻ അഥവാ അമൂർത്തീകരണം എന്നൊരു പ്രോസസ്സ് മനുഷ്യന്റെ പ്രവണതകളിലെ മറ്റൊന്നായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ? അപ്പൊ എന്താണ് അബ്സ്ട്രാക്ഷൻ അഥവാ അമൂർത്തീകരണം എന്ന്? നിങ്ങൾക്ക് അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് ചിന്തിക്കാറുണ്ടോ നിങ്ങള്? ചിലപ്പോഴൊക്കെ മാം. ചിലപ്പോഴൊക്കെ അല്ലെ? എപ്പോഴൊന്നും നമുക്ക് പറ്റില്ല. ചിലപ്പോഴൊക്കെ അബ്സ്ട്രാക്റ്റീവ് ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? അബ്സ്ട്രാക്ഷൻ എന്താണെന്ന്? യെസ് മാം. ഓക്കെ, ക്യൂരിയോസിറ്റി. അടുത്ത മനുഷ്യന്റെ പ്രവണതയാണ് ക്യൂരിയോസിറ്റി. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേജ് നമ്പർ 148. 148. അപ്പൊ നമ്മൾ ഈ ക്യൂരിയോസിറ്റി എന്ന പ്രവണത നമ്മൾ ആദ്യം പഠിച്ചൊരു പ്രവണതയുമായി കണക്റ്റഡ് ആണ്. ഏതാണ് നമ്മൾ ആദ്യം പഠിച്ചൊരു പ്രവണത? ആദ്യം പഠിച്ച ടെൻഡൻസി ഏതായിരുന്നു? എക്സ്പ്ലോറേഷൻ. യെസ്, എക്സ്പ്ലോറേഷനിൽ നിന്നാണ്. എക്സ്പ്ലോറേഷൻ എന്ന ടെൻഡൻസിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നേരെ ക്യൂരിയോസിറ്റി. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? എങ്കിലും എക്സ്പ്ലോറേഷൻ എന്ന ഒരു ടെൻഡൻസിയാണ് ക്യൂരിയോസിറ്റിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഒരു അടിത്തറ ഭാഗത്ത് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഇത് രണ്ടും ലിങ്ക്ഡ് ആണ് അല്ലെ? രണ്ടും കണക്റ്റഡ് ആണ്. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നത്, കണ്ടെത്താൻ അല്ലെ? ക്യൂരിയോസിറ്റി ഇത് എങ്ങനെ ലിങ്ക് ചെയ്ത് വരും? അപ്പോ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലേ എക്സ്പ്ലോറേഷൻ നടക്കുള്ളൂ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. കുട്ടികളിൽ നമ്മൾ എങ്ങനെയാണ് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി എന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? ഏതൊക്കെ സമയങ്ങളിലാണ്?
അവര് നമ്മോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കൂലേ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കുട്ടികള് നിരന്തരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാറ്റ് വീശുമ്പോൾ അല്ലെങ്കിൽ കടൽ ബീച്ചിൽ പോകുന്ന സമയത്ത് കടൽ തിരമാലകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അവർക്ക് കാണുന്ന സാധനങ്ങളോട് അല്ലെങ്കിൽ കാണുന്ന വസ്തുക്കളോട് എന്താണ് പ്രത്യേകമായ ഒരു വിന്യാസം ഉണർന്നു വരുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഒരു പക്ഷി വീടിന്റെ തൊട്ട് മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടി എന്തായാലും നമ്മളോട് ചോദിക്കുന്നത് നമ്മളോട് എന്തുകൊണ്ടാണ് അമ്മ അത് കരയുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ നമ്മളൊരു ചോദ്യം, നമ്മൾ അതിനൊരു ആൻസർ കൊടുക്കും. ദെൻ ആ ആൻസർ അവർ കംപ്ലീറ്റഡ് ആവും? ഇല്ല, ഒരിക്കലും ഇല്ല. ചിലപ്പോ ചോദിക്കാൻ ആ കിളിയുടെ വീട് എവിടെയാണ്, അതിന്റെ അച്ഛനമ്മ എവിടെയാണ്, ഇതൊക്കെ ചോദിച്ച് ആ ക്യൂരിയോസിറ്റിയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ചിലരുടെ ഒരു ക്യാപ്ചറിങ് കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ചില കുട്ടികൾ ഒരു 2-3 ചോദ്യത്തിൽ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. പക്ഷെ ചില കുട്ടികൾ എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ക്യൂരിയോസിറ്റി എല്ലാ ടെൻഡൻസിക്കും ഓരോ അളവുകോലുകളുണ്ട്. ചിലവരിൽ കൂടുതലായിരിക്കും, ചിലവരിൽ തീരെ കുറവായിരിക്കും, ചിലവരിൽ അത് ഏറ്റവും കൂടുതലായിരിക്കും, ചിലവരിൽ വളരെ നേരിയ രീതിയിൽ മാത്രമേ അത് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഉണ്ടായിരിക്കും, പക്ഷെ എക്സ്പ്രസ് ചെയ്തിട്ട് വരില്ല. ഓക്കെ, ഇത് ആകാംക്ഷയോടെ ചോദിക്കുക എന്നാണോ പറയണേ? ആകാംക്ഷയോടെ ചോദിക്കുക ഓരോ കാര്യങ്ങളും കുട്ടികൾ. ആകാംക്ഷ അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് എന്ത് കാര്യം അറിയാനായിട്ട്, എന്താണ് എങ്ങനെ നടക്കുന്നു എന്നറിയാനായിട്ട് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പല പല സംശയങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഒരു സമയം വരെ? ഇപ്പോഴും ക്യൂരിയോസിറ്റി എന്നൊരു പ്രവണത നമുക്ക് സ്റ്റോപ്പ് ആവുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് ക്യൂരിയോസിറ്റി സ്റ്റോപ്പ് ആവുന്നില്ല. അതിങ്ങനെ എന്താണ് നിരന്തരമായിട്ടുള്ളൊരു പ്രവണതയായിട്ട് നമ്മുടെ ലൈഫ് ലോങ്ങിൽ പോകുന്ന ഒരു ടെൻഡൻസിയാണ് ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നടക്കുന്ന പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയൊരു ഉറുപ്പ് നടന്നു പോയാൽ പോലും എന്താണ് ഉറുമ്പ് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഉറുമ്പ്, അതല്ല ചെറിയ കാര്യം മൈന്യൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമുക്ക് എന്തുണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, ക്യൂരിയോസിറ്റിയിലൂടെയാണ് പല കാര്യങ്ങളും ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എക്സ്പ്ലോറേഷൻ നമ്മൾ പറഞ്ഞല്ലോ, പല കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് പല ടെക്നോളജീസ് ഡെവലപ്ഡ് ആയത്. പല മറ്റ് സാങ്കേതികളും വിദ്യകളും മാത്രമല്ല, ഇപ്പൊ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, മറ്റെന്ത് ഫീൽഡ്സ് ആയിക്കോട്ടെ, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് നമ്മൾ കാണുന്ന രാജ്യത്ത് സൗകര്യങ്ങളും മറ്റ് എല്ലാത്തരം സംവിധാനങ്ങളും നമുക്ക് ഉണ്ടായിച്ചേരുന്നു. ഓക്കെ, അപ്പോ മനുഷ്യന്റെ പ്രവണതകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു പ്രവണതയാണ് എന്ത്, ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? എങ്ങനെയുള്ള ഒരു പഠനമാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്? മെറ്റീരിയൽ ഓറിയന്റഡ്. ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങളിവിടെ എല്ലാവരും പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നു, നിങ്ങളോട് പറഞ്ഞു ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുക്കാൻ പറഞ്ഞു അല്ലെ? ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ വന്ന് എടുത്ത് വാച്ച് ചെയ്ത് നോക്കി എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? ഓരോ മെറ്റീരിയൽസ് കഴിയുമ്പോൾ അടുത്തത് ഞങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് അത്യാവശ്യം സമയം ഒത്ത് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് ഇരുന്നത്. അപ്പോൾ അടുത്തത് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന്, ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് നിങ്ങളുടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ അവിടെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു നിങ്ങളവിടെ. ഓക്കെ, യെസ്, അപ്പൊ അതാണ് ക്യൂരിയോസിറ്റി ആയിട്ട് എക്സാമ്പിൾസ് പറയാണ് കേട്ടോ. യെസ്, ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റ് തന്നെ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് പല കാര്യങ്ങളും ക്യൂരിയോസിറ്റി എന്ന പ്രവണതയോടുകൂടി കണ്ടെത്താനാണ്. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ബ്രൗൺ സ്റ്റെയർ പഠിക്കുമ്പോഴായാലും പിങ്ക് ടവർ പഠിക്കുമ്പോഴായാലും എന്താണ്, ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്താണ് വളരെ ഒരു ക്യൂരിയോസിറ്റി ആണ് അല്ലെ? എന്താണ് ഇത്, അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസിനോട് വരുന്നുണ്ട്. ഇത് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ കാണാൻ തന്നെ വളരെ ഒരു കൗതുകമാണ്, ഇത് എങ്ങനെയാണ് തയ്യാറാക്കി. അപ്പൊ പല ചിന്തകൾ കുട്ടികളുടെ മനസ്സിൽ കൂടി കടന്നു പോകുകയാണ്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചിന്താഗതികൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്? ക്യൂരിയോസിറ്റി എന്നൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഈ ക്യൂരിയോസിറ്റി നമുക്ക് എന്തിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്?
എന്തിലായിരിക്കും ക്യൂരിയോസിറ്റി വരുന്നത്? നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് മാത്രമേ അല്ലെ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും എന്ത് വരിക, ക്യൂരിയോസിറ്റി ഉണ്ടാവുക. ഓക്കെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനോട് മാത്രമേ അവർക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇനി മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും സാരി ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലെ, നല്ലൊരു ബനാറസി സിൽക്ക് സാരി ഇഷ്ടപ്പെടുന്നവരല്ല എല്ലാവരും, അല്ലെങ്കിൽ ഒരു സാധാരണ സിൽക്ക് സാരി അത്യാവശ്യം നല്ല ഭംഗിയുള്ളത്, അത് ആദ്യം ഒരെണ്ണം കാണിച്ചു. ഇപ്പൊ ഷോപ്പിൽ പോ ആദ്യം ഒരെണ്ണം കാണിച്ചു. നമ്മൾ ആദ്യം പിന്നെ ചോദിക്കുന്നതാണ് ഇതിന് ഡിഫറെന്റ് ഷെയ്ഡ് ഉണ്ടോ, ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും അല്ലെ. വേറെ ഇതേ മോഡലിൽ തന്നെ വേറെ ഏതാ കളർ ഉള്ളത്. അപ്പൊ എന്താണ്, നമുക്ക് അതിൽ ക്യൂരിയോസിറ്റി ആണ്, അടുത്ത കളർ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അത് കഴിയുമ്പോൾ എന്താണ് അതിന്റെ പാറ്റേൺസ് ശ്രദ്ധിക്കും. പാറ്റേണില് ചെക്ക്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ചെക്ക് ഡിസൈൻ അല്ലേ, ഇപ്പൊ ചെക്കല്ലേ ഇപ്പൊ സാരിയില് ചെക്ക് വരുന്നുണ്ട്. പണ്ടത്തെ ചെക്കായിരുന്നു, ഇപ്പോ വലിയ ചെക്ക് ഉണ്ട്, ചെറിയ ചെക്കായിട്ട്. ചെക്ക് എന്ന് വെച്ചാൽ കള്ളികളായിട്ടുള്ള സാരി കണ്ടിട്ടില്ല നിങ്ങളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പുതിയത്, അത് നമുക്ക് സാരി എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതേപോലെ തന്നെ കടയിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട്, ഫുഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ നിങ്ങളുടെ അല്ലേ? യെസ്, ഇതിലൊക്കെ എന്തുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത്? നമുക്ക് ആ ഒരു സാധനത്തോട് അല്ലെങ്കിൽ ആ വസ്തുവിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ക്യൂരിയോസിറ്റി എന്ന പ്രവണത നമുക്ക് അവിടെ ഉടലെടുക്കുന്നത്. ഓക്കെ, കേട്ടോ. അബ്സ്ട്രാക്ഷനും ക്യൂരിയോസിറ്റി എന്ന ടെൻഡൻസീസ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? മാം, കഴിഞ്ഞ ദിവസം എനിക്ക് ക്രോഷ്യ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഞാൻ ക്യൂരിയോസിറ്റി കാര്യമായിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത്, ഇതെങ്ങനെയാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും ചെയ്യണം അത് വെച്ചിട്ട് എന്തെങ്കിലും. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് അറിയില്ല അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം പോയി കഴിഞ്ഞപ്പോഴേക്കും വൂളും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ നോക്കിയിട്ട് നീഡിലും ഹുക്കും ഇതൊക്കെ ഹുക്കും വൂളൊക്കെ മേടിച്ചിട്ട് വന്നു. ഞാൻ ഇന്നലെ യൂട്യൂബ് നോക്കി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാ. ഞാനത് കാണിച്ചു തരട്ടെ. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞാൻ പഠിച്ചതാ. ഞാൻ ഇത്രയും ചെയ്തു. ഓ, ഇത് മറ്റേ കമ്പിളി നൂലാണോ? അതോ ഇത് കോട്ടൺ നൂലാണ്. കോട്ടൺ. വെരി ഗുഡ്, ചെയ്തോളൂ. ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ദിവസം ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്തു നോക്കിയപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഞാൻ ഇന്നലെ ടെൻഡൻസി ആണോ വന്നിട്ടില്ലേ? നിങ്ങളൊന്ന് നോക്കി, ഗ്രീഷ്മയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു, ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. ദെൻ വർക്ക് ചെയ്തു, വർക്ക് ഉണ്ടായിരുന്നു, നന്നായിട്ട് കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. അന്നാണ് അത് അത്ര ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ടെൻഡൻസി കംപ്ലീറ്റ്. ഓക്കെ, വെരി ഗുഡ് കൃഷ്ണ. നെക്സ്റ്റ് വരുന്ന ടെൻഡൻസീസ് ആണ് കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഓക്കെ, ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ടെൻഡൻസീസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആലോചിക്കുന്നത് അല്ലെ, ആലോചിക്കേണ്ടിരുന്നു ഇതിൽ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലയോ? എനിക്ക് ഏതാ ഇതിലില്ലാത്തത്? പറയും കോൺസെൻട്രേഷൻ ആണ്. ആണോ സുരമ്യ? സെൽഫ് കൺട്രോൾ കുറച്ച് കുറവാണ്. സെൽഫ് കൺട്രോൾ, വർക്ക്. മടിയന്മാരും മടിയത്തികളായ മോണ്ടിസോറി ടീച്ചർമാരൊക്കെ ഉണ്ടോ? മടിയത്തികളായ ഇല്ല അല്ലെ? ഇല്ലാന്ന് വിശ്വസിച്ചത് ഇല്ല. ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ നോക്കാം ആദ്യം. കാൽക്കുലേഷൻ എന്താണ്? നമ്മൾ സാധാരണ മനുഷ്യരാണ് അല്ലെ, നമുക്ക് പല രീതിയിലുള്ള കണക്കൂട്ടലുണ്ട്. ഏതൊക്കെ കണക്കൂട്ടലാണ് നമുക്കുള്ളത്? ഫ്യൂച്ചർ ആയിരിക്കും അധികം ബേസ് ചെയ്യുന്നത്. അത്ര വലിയ കട്ടിയുള്ള കാര്യങ്ങൾ മാം, എന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാ മാം. രാവിലെ ഒരു 6 മണിക്ക് നീക്കണം. ഒരു 7 മണിയാകുമ്പോഴേക്കും കിച്ചൺ ഡ്യൂട്ടി എങ്ങനെയെങ്കിലും തീർക്കണം. ഒരു 7:30 ആകുമ്പോഴേക്കും മോനെ കുത്തിനീപ്പിക്കണം, കുളിപ്പിക്കണം, പിന്നെ ഭക്ഷണം കൊടുക്കലതൊക്കെ ഒരുക്കി 7 മണി. ഒരു 8 മണിയാകുമ്പോഴേക്കും പിള്ളേരെ പരിപാടിക്ക് തിരിക്കുക. പിന്നെ അത്യാവശ്യം അലക്കല് കുളിക്കല് ഒരു 9 മണിയാകുമ്പോഴേക്കും അത് തീർക്കണം. പിന്നെ എന്തെങ്കിലും അലർച്ചിലുള്ള കാര്യങ്ങൾ ചെയ്യണം. 10:30 ആകുമ്പോഴേക്കും ക്ലാസ്സിൽ ഇരിക്കണം. ഇപ്പൊ മെയിൻ കാൽക്കുലേഷൻ ജീവിതത്തിൽ അത്രയേ ഉള്ളൂ മാം. ഓക്കെ, ഇതാണ് റീജയുടെ കാൽക്കുലേഷൻ. ഓക്കെ, ഇനി എന്നാലും നമ്മൾ സാധാരണ ലൈഫിൽ ഡെയിലി റുട്ടീനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, എന്നിരുന്നാലും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ജോബ് എങ്ങനത്തെ ജോബ് സെലക്ട് ചെയ്യണം, എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ എനിക്ക് ടീച്ചർ മാത്രം നിന്നോ അതിൽ ഒതുങ്ങിയാൽ മതിയോ, ഞാൻ അതിൽ കൂടുതൽ കിട്ടണം, PSC എഴുതണം, അങ്ങനെയൊക്കെ കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്.
സാലറി എന്നൊരു കാര്യത്തിനോട് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടോ? സാലറി സാലറിയേക്കാളും അത് ഉപരി മാത്രമേ ഉള്ളൂ. നമ്മുടെ അതെ, നമുക്ക് അതിന് വേണ്ടിയാണ് respect ഇത് ഉള്ള job. ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ചിലവർക്ക് സാലറിയോട് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഇന്ന മാസം എനിക്ക് ഇത്ര വർക്കൊക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇത്ര കൂട്ടി കിട്ടുമായിരിക്കും അല്ലെ, എന്ന് വിചാരിക്കും. പിന്നെ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന ഒരു മണീനെ കുറിച്ച് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് മണീനെ കുറിച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലെ. മന്ത്ലി എത്ര ചെലവാക്കണം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്റെ പേരിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലല്ലേ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെറിയ മാം അനാവശ്യമായി പൈസ കളയാതെ ആ പൈസ നമ്മൾ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യല്ലേ? അതെ അതെ, യെസ്, വെരി ഗുഡ്. ഇനി നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, അവർ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള കാൽക്കുലേഷൻ ആണ് അവർ ആദ്യം പരിചയപ്പെടുന്നത്? എത്ര മണിക്ക് സ്കൂളിൽ വിടുന്നു, എങ്ങനെ വീട്ടിൽ പോകാം, അതാണോ? നല്ല friends നെ നമ്പേഴ്സ് തിരഞ്ഞെടുക്കാൻ. പഠിക്കും അല്ലേ? നമ്പേഴ്സ് അല്ലേ പഠിക്കുന്നത്? നമ്മളാണെങ്കിൽ ആദ്യം പഠിച്ചത് എന്താണ്? നമ്പേഴ്സ് പഠിച്ചു തുടങ്ങി അല്ലെ. നമ്പേഴ്സിലൂടെ എന്താണ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്നൊരു ആദ്യ ടെൻഡൻസി അതുമായിട്ടാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാൽക്കുലേഷൻ പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്ര പൈസ എവിടെ ചെലവാക്കണം, എവിടെ മാറ്റി വെക്കണം എന്നൊക്കെ നമുക്കൊരു ബേസ് കിട്ടിയത് അല്ലെ. 1, 2, 3 എന്നീ പഠിച്ചുകൊണ്ട് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഈ കാൽക്കുലേഷനിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേർന്നത് അല്ലെ. വന്ന വഴി നമ്മൾ മറക്കരുത് അല്ലെ. ഓക്കെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കാൽക്കുലേഷൻസ് പഠിക്കുന്നു, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നു, അതൊക്കെയാണ് അവരുടെ ഫസ്റ്റ് അല്ലെ. അതായത് നമ്പേഴ്സിനോടാണ് ഫസ്റ്റ് അവരുടെ കാൽക്കുലേഷൻ എന്നൊരു ടെൻഡൻസി വരുന്നത് തന്നെ എന്താണ്? നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് അല്ലെ. നമ്പർ എങ്ങനെ എത്രമാണ്, അല്ലെങ്കിൽ സിറ്റിംഗ് ഓർഡർ, അല്ലെങ്കിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, പിന്നെ സൈസ്, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇതിന്റെ ഭാഗമായിട്ടാണ്, കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് അല്ലെ. നമുക്കിപ്പോ ഒരു മെറ്റീരിയൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പിങ്ക് ടവർ കാണുമ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ എന്താണ്? പിങ്ക് ടവർ കാണുമ്പോൾ നിങ്ങൾ ആ തിയറി നോക്കാതെ പിങ്ക് ടവർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ്? ഫസ്റ്റ് അത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാൻ. ഒരു 10 എണ്ണം ഉണ്ട്, അത് ഇനി ഒരു സെന്റിമീറ്റർ മുതൽ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഇത് ഏതൊരു സൈസ് ആണ്, ഏത് രൂപമാണ്, അത് എന്താണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഓക്കെ, എന്ത് വാട്ടെവർ എന്തോ ആയിക്കോട്ടെ. യെസ്, പിന്നെ അതേപോലെ സൈസ് മാത്രമല്ല, വെയിറ്റ് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ? വെയിറ്റ് കുട്ടികളെ നമ്മളോട് പറയാറുണ്ട്, ചെറിയ ബോളും ഇനി കുറച്ചുകൂടി വെയിറ്റ് ഉള്ള ബോളും കൊടുക്കുമ്പോൾ അതിന്റെ വ്യത്യാസം, അതിന്റെ ഡിഫറൻസ് കുഞ്ഞുങ്ങൾ പറയാറില്ലേ? പറയാറുണ്ടോ? പറയും മാം, എന്ത് കൊടുത്താലും വലുത് എനിക്ക് കുഞ്ഞ് വേണ്ട, വലുത് വേണം. വെയിറ്റ് ഉള്ള ബോൾ എടുക്കാനാണോ വെയിറ്റ് കുറഞ്ഞ ബോൾ എടുക്കാനാണോ അവർക്ക് ഏറ്റവും കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക? വെയിറ്റ് കുറഞ്ഞ പോള്. യെസ്, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ വെയിറ്റ് അത് മെഷർ ചെയ്യുന്നുണ്ട്. കയ്യിൽ വെക്കുമ്പോൾ കൈ താഴ്ന്നു പോകുന്നു, പിടിക്കാൻ പറ്റുന്നില്ല അല്ലെ. മറ്റേ ബോൾ എന്താണ്? വളരെ സിമ്പിൾ ആണ്, ഈസി ആണ്. അപ്പൊ അവിടേക്ക് എന്താണ് ഈ കണക്ക് കൂട്ടലിന്റെ ഭാഗമായിട്ടാണ് ആദ്യം കൊടുക്കുമ്പോൾ കുഞ്ഞിനെ അറിയില്ല, പിന്നെയാണ് ഇത് വെയിറ്റ് ഉള്ളതാണ്, അത് വെയിറ്റ് ഇല്ലാത്തതാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. അവിടെയൊക്കെ എന്താ നടക്കുന്നത്? കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, then അതേപോലെ തന്നെ കളേഴ്സ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു കൊടുത്തു, പിന്നീട് അവർ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ കളറാണ്, അല്ലെങ്കിൽ ഈ റോസാപ്പൂവിന് റെഡ് കളറാണ്, ജാസ്മിന് വൈറ്റ് കളറാണ്, അതൊക്കെ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പ്രാക്ടിക്കലിന് പോയപ്പോ ഞാൻ വൈവേല് എന്നോടും ചുതിമാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മെറ്റീരിയൽസിൽ ഏത് മെറ്റീരിയൽസ് ആണ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു സൗണ്ട് സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ സൗണ്ട് വേരിയേഷൻ ചെയ്യണം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, 2 മുത്തിട്ടാല് പല സൗണ്ട്സ് കാണും, 1 മുത്തിട്ടാൽ അത് കുറഞ്ഞ സൗണ്ട് കാണും, അതിൽ കൂടുതൽ മുത്തിട്ടാൽ അത് കൂടുതൽ സൗണ്ട് വേരിയേഷൻ. പക്ഷെ ഇത് കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ, ഇത് കളറുകൾ കൊണ്ട് കാണുമ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടൂല മാം. അത് എന്താണ് സാധനം, ഏത് മെറ്റീരിയൽസ് ആണെന്നുള്ളത് കാണുമ്പോൾ ഇത് കാൽക്കുലേഷൻ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന ചാപ്റ്റർ കാൽക്കുലേഷനും ഇതുമായി ബന്ധപ്പെട്ടതല്ലേ മാം? അതെ അതെ അതെ. ഇനി ഇപ്പൊ നമ്മള് ഈ കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടൈം പഠിക്കുന്നത്. ടൈം അല്ലെ, ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, വേഗം പോകുന്ന ഒരു സാധനമാണ്. സമയം കാൽക്കുലേഷൻ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? യെസ് മാം, ഇത് സമയമേ ഉള്ളത് കാൽക്കുലേഷൻ അല്ലേ. കാൽക്കുലേഷൻ ടൈം വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് 12 മണിക്ക് അല്ലെങ്കിൽ
1 മണിക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങളുടെ 10-11 ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അതിനുശേഷമായിരിക്കും നിങ്ങളപ്പോ ഇത്ര ടൈം എനിക്ക് ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ലാസ്സിൽ ഇരിക്കേണ്ടതുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഇത്ര ടൈം വെച്ച് ഇത്ര ടൈം എനിക്ക് 1:10 സ്കൂളിൽ എത്തണം, അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗ് എത്താം, അല്ലെങ്കിൽ ഓപ്പൺ ഹൗസ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞാൽ 6 മണിക്ക് എണീറ്റാലേ 7 മണിക്ക് കിച്ചണിലുള്ള എല്ലാവർക്കും വരുള്ളൂ ഇല്ല. കിച്ചണിലുള്ള എല്ലാ പണിയും 7 മണിക്ക് എണീറ്റ് വിളിച്ച് സ്കൂളിലേക്ക് വിടാനായിട്ട് സാധിക്കും അല്ലെ, ഭക്ഷണമൊക്കെ കൊടുത്ത് വിടാൻ സാധിക്കും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ എന്ത് നോക്കുന്നുണ്ട്? ഈ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് സമയം നോക്കുന്നുണ്ട് അല്ലെ. സമയം ടൈമും കാൽക്കുലേഷൻ തമ്മിൽ എന്താണ് അടുത്ത ബന്ധം തന്നെയാണുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ കാൽക്കുലേഷൻ എന്താണെന്ന് ഇനി ഇതിന്റെ നോട്ട്സ് വരുമ്പോൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് കാൽക്കുലേഷൻ എന്താണ്, റിപ്പിറ്റേഷൻ എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ആയിരിക്കുള്ളൂ ക്വസ്റ്റ്യനും വരുന്നത് കേട്ടോ. ഓക്കെ, കിട്ടുമ്പോ മനസ്സിലാവും. നോട്ട്സ് അതിന്റെ എക്സ്ട്രാ നോട്ടും കൂടി വരുന്നുണ്ട്. അപ്പൊ ആ നോട്ട്സ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി എനിക്ക് വേറെ ക്ലാസ് ഉണ്ടാവും അറിയില്ല, ചിലപ്പോൾ ഇത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കുള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുള്ളൂ. നെക്സ്റ്റ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ, വാട്ട് ഈസ് റിപ്പീറ്റേഷൻ? പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും. നമ്മൾ ഏതൊക്കെ കാര്യമാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ആയ കാര്യമല്ലേ മാം പിന്നെയും ചെയ്യാം. അവിടെ എന്താണ്? അവിടെ നമ്മുടെ താല്പര്യത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെ. യെസ്, ഇതിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾ പിന്നെയും ചെയ്യാറുണ്ടോ എല്ലാവരും ഒരേപോലെ? ഒരു പ്രാവശ്യം ചെയ്തു, എങ്ങനെയെങ്കിലും ചെയ്തു അല്ലെ. പിന്നീട് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇൻട്രസ്റ്റഡ് അല്ലാത്തത് എന്താണ്? ചില കുട്ടികൾ കണക്ക് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർക്ക് അതാ ടോപ്പിക്സ് ഭയങ്കര ഇഷ്ടമാണ്. കണക്കിലെ ഓരോ വഴിക്കണക്കൊക്കെ ചെയ്ത് അതിൽ ആൻസറിലേക്ക് എത്തിപ്പെടാൻ. മാത്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ വഴിയിൽ മാത്രമല്ല നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നത്. എന്താണ്? അതിന് പല വഴികളുണ്ടാവും അല്ലെ. സിമ്പിൾ ട്രിക്ക് ഉണ്ടാവും, കോംപ്ലക്സ് ആയിട്ടുള്ള ട്രിക്ക് പലതും ഉണ്ടാവും. അപ്പൊ ആ ഫീൽഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഓക്കെ, ഇനി അപ്പൊ അതെന്താണ്? അവരെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടുന്നത് വരെ എന്താണ് അവരിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റേ മോഹൻലാല് പറഞ്ഞോളെ പഠിക്കുമ്പോഴും ശരിയാവുന്ന നോക്കാൻ ഒന്നും കൂടി അടിച്ചു പൊളിച്ച് നോക്കുന്നത് നല്ലതല്ലേ അല്ലേ? ഇട്ടുണ്ടായി ഡയലോഗ് കേട്ടതില്ല. സിനിമ കാണാം അപ്പോഴാണ് ആണോ? നല്ല സിനിമയാണ്. മത്സരത്തായാലും ഡയലോഗാണ് അല്ലേ? യെസ്, ഇതൊക്കെ എന്താണ് റിപ്പീറ്റേഷന്റെ ഭാഗമാണ് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ്, നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറന്റിൽ പോയി നമ്മൾ എന്താണ് പിന്നീട് കഴിക്കാനായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടും അല്ലെ. ഇപ്പൊ സൺഡേ ഒരു ദിവസം നമ്മൾ പോയി കഴിച്ചു, പിന്നീട് എന്താണ് പിന്നീട് ഒരു ദിവസം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന എവിടെയാണ്? ആവർത്തനം വരുന്ന എങ്ങനെ? ആ ഹോട്ടലിൽ തന്നെ പോയി കഴിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. അല്ലേ? എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ടോപ്പിക്സ്, വസ്തുക്കള് ഇതിനെ വീണ്ടും വീണ്ടും നമ്മൾ ആശ്രയിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവർത്തനം അഥവാ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിനെയാണ് നമ്മൾ ആവർത്തനം അഥവാ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളോട് എന്ത് പറയും? ടീച്ചറെ ഒരു പ്രാവശ്യം കൂടി ചെയ്യിപ്പിക്കുമെന്ന് പറയില്ലേ നമ്മളോട്? ടീച്ചർ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞിട്ടോ പറയുമെന്ന് അറിയില്ല. ഇഷ്ടമുള്ളതാണെങ്കിൽ എന്ത് പറയും? ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറയും. പിന്നീട് ആ ടീച്ചർ ക്ലാസ്സിൽ കേൾക്കുന്ന സമയത്ത് ചോദിക്കും, ടീച്ചർ അങ്ങനെ ചെയ്ത കാര്യം നമുക്ക് ചെയ്യാമോ? ഞങ്ങൾ ആ ഒരു കളി കളിപ്പിക്കാമോ? കുറച്ച് ഞങ്ങളെ കൊണ്ടുപോകാമോ എന്നൊക്കെ കുഞ്ഞുങ്ങൾ ചോദിക്കും. ഓക്കെ, ഇതൊക്കെ എന്ത് ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് കുട്ടികളില്? റിപ്പീറ്റേഷൻ എന്നൊരു പ്രവണത ഉള്ളത് കൊണ്ടാണ്. അതേപോലെ ആ ടീച്ചർക്ക് ആ ആക്ടിവിറ്റി വീണ്ടും ചെയ്യിപ്പിക്കാൻ തോന്നണമെങ്കിൽ ആ ടീച്ചറും ആ ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അല്ലെ. അത് ആവർത്തിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് റിപ്പീറ്റേഷൻ. ക്ലിയർ ആണോ? യെസ് മാം. കോൺസെൻട്രേഷൻ ഇതാണ് കോൺസെൻട്രേഷന്റെ മലയാളം നോക്ക്. ഏകാഗ്രത. ഏകാഗ്രത. യെസ്, വെരി ഗുഡ് അല്ലേ. ഓക്കെ,
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും കോൺസെൻട്രേഷൻ വേണം അല്ലെ? വേണം. യെസ്. എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കോൺസെൻട്രേഷൻ വേണോ? എക്സ്പ്ലോറേഷൻ ചെയ്യണമെങ്കിൽ കോൺസെൻട്രേഷൻ വേണോ? വേണം. ക്യൂരിയോസിറ്റിക്കോ? ക്യൂരിയോസിറ്റി വരുന്നത് തന്നെ എങ്ങനെയാണ്? കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ കാര്യം നമുക്ക് ശ്രദ്ധിച്ചാകണോ എന്താണോ ഒക്കെ വന്നത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായത്. മനസ്സിലായോ? ഇപ്പൊ കണ്ടില്ല കണക്ഷൻ പോകുന്നത് എങ്ങനെയാണെന്ന്? എല്ലാം ഇന്റർറിലേറ്റഡ് ആണ്. ഈ 14 പ്രവണത ഈ ഒരൊറ്റ ഒരാളിലാണുള്ളത് അല്ലെ? ഒരൊറ്റ മനുഷ്യരിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്നൊരവസ്ഥയാണ്. കോൺസെൻട്രേഷൻ. നിങ്ങൾക്ക് ഏറ്റവും കോൺസെൻട്രേഷൻ ഉള്ള കാര്യം എന്തിനാണ്? സിനിമ കാണുന്നത്. ആളുകൾക്ക് പല രീതിയിലാണ് കോൺസെൻട്രേഷൻ ഉള്ളത് അല്ലെ? ചിലവരെന്താണ് അവരുടെ പ്രൊഫഷനെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നവരുണ്ടാവും. പിന്നെന്താണ് ഹോബീസിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവും. പഠനത്തിലെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നവരുണ്ടാവും. ദെൻ വെൽത്ത്, പണം അല്ലെ? പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും. പിന്നെന്താണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. കോൺസെൻട്രേഷൻ പല മനുഷ്യനും പല രൂപത്തിലും ഭാവത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെ? ഫുഡ് അതും എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് കോൺസെൻട്രേഷൻ അവിടെ വരുന്നത്. ഓക്കെ. പല വിധത്തിലുള്ള കോൺസെൻട്രേഷൻ, ശ്രദ്ധ അല്ലെ, ഏകാഗ്രത നമ്മൾ. ഓക്കെ. ഇനി ഈ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ലെവലും ഒരേപോലെ ആയിരിക്കുമോ? പല രീതിയിലാണ് പല കാര്യങ്ങളും പലരും ശ്രദ്ധിക്കുന്നത് അല്ലെ? നമുക്കിപ്പോ ഒരേപോലെ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നാല് നമ്മൾ 5 പേരുണ്ടെങ്കിൽ 5 പേര് 5 രീതിയിലായിരിക്കും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ? ആദ്യം ചോദിക്കുന്ന ആള് ഒരു പോയിന്റ് മാത്രമായിരിക്കും അതിനെ കുറിച്ച് പറയുന്നത്. പിന്നീടുത്ത ആൾക്ക് എന്താണ് ചിലപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല, എന്താണ് ആ ടോപ്പിക് എന്ന് പോലും മനസ്സിലായില്ല. മൂന്നാമത്തെ ആൾക്ക് കുറച്ചും കൂടി വിശദീകരിച്ച് പറയാൻ പറ്റും. നാലാമത്തെ ആൾ എന്താണ് 1-2 പോയിന്റ്സ് അത് അവസാനിക്കും. അഞ്ചാമത്തെ ആള് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ആൾ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ? അപ്പൊ നമ്മൾ ഈ 5 പേര് എടുത്ത് നോക്കുമ്പോൾ എന്താണ് 5 പേര് വ്യത്യസ്ത രീതിയിലാണ് ഏകാഗ്രത. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ 25 പേരോ 30 പേരോ ഉണ്ടെങ്കിൽ എന്താണ് 30 പേരിലും 30 രീതിയിലുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അളവിൽ അതില് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യും. നീ ശ്രദ്ധിക്കാത്ത ഒന്നാണ് നിനക്ക് അത് സംഭവിച്ചതെന്ന് പറയാറില്ലേ? നിങ്ങൾ പറയാറില്ല നിങ്ങളുടെ കുട്ടികളോട്? ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അശ്രദ്ധ മൂലമാണ് നിങ്ങൾക്കത് പറ്റിയത്. അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഇച്ചിരി കൂടി മാർക്ക് നമുക്ക് കിട്ടിയാനേ പറയും അല്ലേ? അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം, ആവശ്യമുള്ളൊരു ടെൻഡൻസി കൂടിയാണ് എന്താ കാര്യം ചെയ്യുന്നതിനും ഏറ്റവും ആവശ്യമുള്ള ഒരു ടെൻഡൻസി കൂടിയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അവരത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമുക്കതിൽ അവിടേക്ക് എന്തുണ്ട് ഇൻട്രസ്റ്റ് എന്നൊരു കണ്ടന്റ് അവിടെ വേണം അല്ലെ? താല്പര്യമുള്ള വസ്തുക്കളോട് മാത്രമായിരിക്കും നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ. അല്ലാത്ത വസ്തുക്കളിൽ നമുക്ക് എന്താണ് നമുക്ക് എത്രയും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടാവും. എന്താ കാര്യം ഉണ്ടാവും നമുക്ക് അതിനെ കുറച്ചുകൂടി വിശദീകരിക്കാനായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. യെസ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളുടെ മറ്റൊരു പ്രവണതയാണ് എന്താ ഏകാഗ്രത എന്ന് പറയുന്നത്. ഇപ്പൊ പല മനുഷ്യർക്കും പല കുഞ്ഞുങ്ങളിലും മുതിർന്നവർക്കൊക്കെ എന്താണ് പല അളവിലാണ് ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. മനസ്സിലായോ കോൺസെൻട്രേഷൻ? Yes, ma'am. Yes. Then next one, self-control and work. Self-control. നമുക്കത് ഇച്ചിരി കുറവുള്ള സാധനമാണ് അല്ലെ? സെൽഫ് കൺട്രോൾ ആണോ? അതെ മാം. ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോ ഒന്നും നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ല ആണോ? ദേഷ്യം വരുമ്പോ ഏതോ ഒരു അന്യഗ്രഹ ജീവിയായി നമ്മൾ മാറാറുണ്ട് അല്ലെ? നമ്മള് പ്രതീക്ഷിക്കുന്നതിലപ്പുറം എന്തൊക്കെയോ നമ്മളുടെ ഉള്ളിൽ രൂപപ്പെടാറുണ്ട്. ആ സമയത്തൊക്കെ ഈ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ ആ പറയുന്ന ആളടിക്കും. അത്രക്ക് ദേഷ്യമുള്ള മൊമെന്റ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ മൊമെന്റിലും അത്രയും വൈകാരികമായിട്ടുള്ള മൊമെന്റിലും നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ
പറ്റുന്നുണ്ടെന്നുള്ള ഒരു പ്രവണത ഉള്ളെങ്കിൽ അത് സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള മൈൻഡിന് മാത്രമേ സാധിക്കൂ. അപ്പൊ സെൽഫ് കൺട്രോൾ എന്നൊരു ടെൻഡൻസി നമ്മുടെ മൈൻഡിനെയും ശരീരത്തെയും ഒരുപോലെ തന്നെ എന്താണ് ഫിസിക്കലായിട്ട് മെന്റലായിട്ട് നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ വാക്കുകളെ മാത്രം കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ വായ അടച്ചാലും നമ്മുടെ കൈ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ, ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വായ അടച്ചു, പക്ഷെ നമ്മൾ കൈ കൊണ്ട് പിന്നെ അയാളെ തല്ലിക്കൊണ്ടിരിക്കും, മിണ്ടാണ്ട് തല്ലിക്കൊണ്ടിരിക്കും, അങ്ങനെ പോയാൽ ശരിയാക്കും അല്ലെ? മെന്റലി ആയിട്ടുള്ള കാര്യം കൺട്രോൾഡ് ആവണം, ഫിസിക്കലായിട്ട് കൺട്രോൾഡ് ആവുമ്പോൾ മാത്രമാണ് എന്റെ സെൽഫ് കൺട്രോൾ ഉണ്ടാവുക. ശരിയായിട്ട് ആണോ? ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചീത്ത പറയാൻ പറ്റും തന്നെ. നിങ്ങൾ സെൽഫ് കൺട്രോൾ ഇവിടെ അല്ലേ? അല്ലേ? സത്യല്ലേ? സ്റ്റുഡൻസിന് ടീച്ചർ വഴക്ക് പറയും, പക്ഷെ ടീച്ചറിന് വഴക്ക് പറയാൻ പറ്റുമോ? തിരിച്ച് ചെയ്യുന്നത് കുട്ടികളെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ അല്ലേ? ഓക്കെ, യെസ്. അപ്പോ നമുക്ക് സത്യം പറഞ്ഞിട്ടുള്ള നമുക്ക് ദേഷ്യം വരുന്ന സമയത്തും അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളുള്ള സമയത്താണ് നമുക്ക് എന്ത് വേണ്ടത്? സെൽഫ് കൺട്രോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലെ? ആ ഒരു ടെൻഡൻസി ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലും, ഓരോ ടെൻഡൻസി ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒരേപോലെയല്ല, എല്ലാവർക്കും സെൽഫ് കൺട്രോൾ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നമ്മള് ഇപ്പൊ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കരയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എണ്ണി പറയും, അല്ലെങ്കിൽ മരിച്ച ആള് പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞായിരിക്കും കരയുന്നത് അല്ലെ? അതൊക്കെ എല്ലാവരും അറിയാണ്. ആൾക്ക് അത്ര കുഴപ്പമാണ്, ഉള്ളിലൊന്നും വെക്കാനില്ല, സെൽഫ് കൺട്രോളിന്റെ ആളൊക്കെ എന്താണ് സങ്കടത്തോടൊപ്പം തന്നെ അന്ന് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അങ്ങനെ ചെയ്തല്ലേണോ, അന്നൊക്കെ പോയി നേടാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അല്ലേ? കൺട്രോൾ ഉണ്ടല്ലേ? ശരിയില്ല. മരണം പോയിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ മരണത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാണുന്നത്. അതെ അതെ അതെ, മലയാളികളും ചില വല്യമ്മമാരെ ആന്റിമാരൊക്കെ അങ്ങനെയാണ്. ചില സമയത്തൊക്കെ ചിരി വരും, കാരണം മരിച്ച ആള് പോലും ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അത് ഓടി വിളിച്ച് പറയാൻ. ഓക്കെ, അപ്പൊ ആത്മനിയന്ത്രണം എന്ന് പറയുന്നുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ വളരെ സെൽഫ് കൺട്രോൾഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, റിയൽ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നമ്മൾ സെൽഫ് കൺട്രോളോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സക്സസീവ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വലിയവരിലായാലും മുതിർന്നവരിലായാലും എങ്ങനെയാണ്, കുഞ്ഞുങ്ങളിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, അവർക്ക് ഈ ഒരു ടെൻഡൻസി നാച്ചുറലി വരുന്നതാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ ചില നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കുള്ള സിറ്റുവേഷൻസിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വഴിയിൽ ആരുമില്ല, അപ്പൊ ദൂരെ നിന്ന് ആരോ വരുന്നുണ്ട്, ആ സമയത്ത് ആത്മനിയന്ത്രണം പാലിക്കാനായിട്ട് കുട്ടിക്ക് വേണം. കുട്ടികൾ പേടിച്ചു പോയാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പേടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? പേടിച്ചു പോയാൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യെസ്, നമ്മൾ അവിടെ സ്റ്റോപ്പ് ആയി. അപ്പൊ അവിടെയൊക്കെ എന്താ വേണ്ടത്? സെൽഫ് കൺട്രോൾ വേണം, ഇമോഷണൽ കൺട്രോൾ വേണം. ഓക്കെ, ലാസ്റ്റ് അടുത്ത ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് എന്താണ്? വർക്ക് ജോലി. ഓക്കെ, 4 കാര്യങ്ങൾ നോക്കി: കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഈ വർക്കില് ബാക്കിയുള്ള ഈ 4 കാര്യങ്ങൾ വേണോ? എന്തായാലും വേണം അല്ലെ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെന്റിലേക്ക്, വികസനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് അവർ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നതിലൂടെയാണ്? വർക്ക് ചെയ്യുന്നതിലൂടെയാണ് അല്ലേ? നിങ്ങൾക്ക് 6 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങൾക്ക് 1 ഇയർ അല്ലേ കോഴ്സ്? അതെ മാം, 1 ഇയർ. ഈ 10 മാസം അല്ലെങ്കിൽ 12 മാസം നിങ്ങളുടെ എഫേർട്ട് ആണ്, നിങ്ങൾ ചെയ്ത വർക്കാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ആ കോൺവൊക്കേഷൻ സെറിമണിയുടെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ? നിങ്ങളുടെ വർക്കിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു സക്സസ് ഉണ്ടായിരുന്നത്. നിങ്ങൾ വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും അല്ലെ? പലരും ഫെയിൽഡ് ആയി പോവാം, വർക്ക് ചെയ്യാത്തവരാണ് ഫെയിൽഡ് ആയി പോയിട്ടുള്ളത് അല്ലെ? യെസ്, ലൈഫിൽ വർക്ക് അത്യാവശ്യമാണോ? അതെ, വളരെ കോൺസെൻട്രേഷനോട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെന്റലി എഫേർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ എഫേർട്ട് മാത്രം മതിയോ?
മെന്റൽ എഫേർട്ട് കൂടി വേണം അല്ലെ. നമുക്ക് മനസ്സുകൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി സ്ഥലത്ത് ഇഷ്ടപ്പെടാത്തൊരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല, നമുക്ക് അവിടെ നിന്ന് പഠിക്കാനോ വയ്ക്കാനോ സാധ്യമാകില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ചുറ്റുപാടും കൂടി അതില് കൃത്യമായ രീതിയിലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ അതിലോടായിട്ട് ആ ഒരു പ്രകൃതി ആവുകയും ഇപ്പൊ ജോലി ഭാഗം എന്ന് പറയുന്നത് ഫിസിക്കൽ എഫേർട്ടും ഉണ്ടായിരിക്കണം, മെന്റൽ എഫേർട്ടും ഉണ്ടായിരിക്കണം. രണ്ടുണ്ടെങ്കിൽ മാത്രമേ ആ ജോലി സക്സസ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കൃഷിക്കാരൻ ഫാർമറിനെ കേട്ടിട്ടില്ലേ? കൃഷിക്കാരൻ ഉണ്ട് മാം. കൃഷിക്കാരൻ ഏത് എഫേർട്ടാണ് ഇടുന്നത്? ഫിസിക്കൽ എഫേർട്ട് ആയിരിക്കും കൂടുതൽ. ഫിസിക്കൽ എഫേർട്ടാണ്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ? മെന്റൽ മെന്റൽ എഫേർട്ടാണ്. ആണോ? അപ്പൊ എന്നിട്ട് രണ്ട് എഫേർട്സ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ എന്താണ് പല രീതിയിലുള്ള എഫേർട്സിലാണ്. ചിലവരെങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മെന്റൽ എഫേർട്സും ഉണ്ട്, ഫിസിക്കൽ എഫേർട്സ് ഉണ്ട് അല്ലെ. മെന്റൽ ആണ് അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവാതെ നമുക്ക് ആ ഡാൻസിൽ ഒരു സ്റ്റെപ്പ് പോലും അവിടെ, അല്ലെങ്കിൽ ഏത് തീമാണോ ആ തീം നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മാം, കൃഷിക്കാരൻ ഇങ്ങനെ ഹാർഡ് വർക്ക് മാത്രമല്ലല്ലോ മാം, കാൽക്കുലേഷനും കോൺസെൻട്രേഷനും എല്ലാം ചെയ്യില്ലേ? വർക്ക് വന്നപ്പോ പറഞ്ഞതാണ് കേട്ടോ. എല്ലാണ്ട് കൃഷിക്കാരനും ബാങ്ക് ഉദ്യോഗസ്ഥനൊക്കെ എന്തുണ്ട്? കോൺസെൻട്രേഷൻ, സെൽഫ് വർക്ക്, കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. എക്സ്പ്ലോറേഷൻ, ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. ആർക്കും ഒന്നും ഇല്ലാതില്ല, എല്ലാവർക്കും ഉണ്ട്. അളവിൽ വ്യത്യാസമുള്ളത് കേട്ടോ. ഓക്കെ, വർക്ക്. അപ്പോ വർക്ക് എന്നതും എന്താണ്? മറ്റൊരു ടെൻഡൻസി ആണ്. അപ്പൊ നമ്മള് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? റിസൾട്ട് ഉണ്ടാവുള്ളൂ. വർക്ക് ചെയ്താൽ മാത്രമേ സാലറി കിട്ടുള്ളൂ അല്ലേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വേണ്ടേ? പൈസ ഒന്നും വേണ്ടേ? വെറുതെ വർക്ക് ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. അല്ല, വർക്ക് ചെയ്തില്ലെങ്കിലും സാലറി കിട്ടിയാൽ മതി. വർക്ക് ചെയ്തില്ലെങ്കിലും സാലറി കിട്ടിയാൽ മതി അല്ലേ. ആരോ പറഞ്ഞ പോലെ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ അല്ലെ. ജോലി കിട്ടിയിട്ട് വേണം, ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാനായിട്ട്. തീർച്ചയായിട്ടും പറഞ്ഞത് ആണോ? തീർച്ചയായും. അടുത്ത എന്താണ്? പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പെർഫെക്ഷൻ, പെർഫെക്ഷൻ എന്താണ്? നമ്മൾ എന്ത് കാര്യം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ചെയ്യാറുണ്ടോ? ഞാൻ ഫുൾ ഉടായിപ്പാ മാം. പൂർണ്ണമായിട്ട് ചെയ്യാറുണ്ടോ? നമ്മളിപ്പോ സാമ്പാർ വെക്കുന്ന സമയത്ത് നമ്മൾ സാമ്പാർ വെച്ചു കഴിഞ്ഞു, പക്ഷെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം അതിൽ ഇട്ടിട്ടില്ല. കായം ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കായം നമ്മൾ ആ ഒരു പച്ചക്കറിയാണോ മാം? ഉപ്പ് യെസ്, ഉപ്പ് ഇട്ടിട്ടില്ല. ഒന്നും ഇട്ടിട്ടില്ല. ചാറ് ഒഴിച്ച സമയത്തൊന്നും വെള്ളം ഒഴിച്ച സമയത്തൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അത് പൂർണ്ണമായ ഒരു സാമ്പാറാണോ? അല്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം കംപ്ലീറ്റഡ് ആക്കി, എല്ലാ വശങ്ങളും കംപ്ലീറ്റഡ് ആക്കി ചെയ്യുന്നതിനെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? പെർഫെക്ഷൻ എന്നല്ലെങ്കിൽ പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ല നമ്മള്. പെർഫെക്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നത് വരെ എന്താണ്, അത് പെർഫെക്റ്റ് ആക്കാനുള്ളവരെ നമ്മുടെ ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു നിരന്തരമായിട്ട് ചെയ്യുന്ന ആ ഒരു സ്കില്ലാണെന്ന്, അല്ലെങ്കിൽ നമുക്ക് അത് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം, ഞാൻ ഡാൻസ് പഠിക്കാൻ കംപ്ലീറ്റ് അത് ചെയ്യണം എന്ന് നമുക്ക് തോന്നൽ വേണം അല്ലെ. മെന്റലി നമുക്ക് ആ ഒരു തോന്നൽ വന്നാൽ മാത്രം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണല്ലേ, വീട്ടിലെ ഗസ്റ്റ് വന്നു, നമ്മൾ പകൽക്കാൻ പറ്റും. ഗസ്റ്റ് വന്നു പോയതിനു ശേഷം നമ്മുടെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി, പിന്നെ നമ്മൾ അതൊന്ന് ചെയ്യുമോ? പിന്നെ നമുക്കതൊരു മൂഡ് വന്നു അല്ലെ. മൂഡ് വന്നതിന് ശേഷം നമ്മളിപ്പോ ഒരു വർക്ക് ആണെങ്കിൽ ഇപ്പൊ അതേപോലെ ഭീഷ്മ പറഞ്ഞ ആ കമ്പിളി വെച്ചിട്ട് അല്ലെങ്കിൽ കോട്ടൺസ് വെച്ചിട്ട് എന്തോ ചെയ്തു, ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് പോകുമ്പോ എന്താണ്, ഈ ഇൻട്രസ്റ്റ് എപ്പോഴാണോ വന്നത് അന്നാൽ മാത്രം അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനായിട്ട് ആ കുട്ടി പിന്നെ ഇരിക്കുന്നതിന് വേണം. അപ്പൊ പെർഫെക്ഷൻ എന്നോട് സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് ഒരു കാര്യം പെർഫെക്ഷൻ എന്ന നിലയിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ മാത്രമാണ്, അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായി ചെയ്യാൻ ശ്രമിക്കുക. മോണ്ടിസോറി കോഴ്സിന് ജോയിൻ ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, യെസ്.
ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് സ്റ്റിച്ച് അല്ലെ, സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടോപ്പ് അല്ലെങ്കിൽ സ്കേർട്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? അതൊക്കെ നമ്മളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും അല്ലെ. എനിക്ക് നല്ലൊരു ടോപ്പ് എനിക്ക് തയ്ച്ചിടണം, സ്റ്റിച്ച് ചെയ്ത് ഇടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ്, നല്ല കഴുത്തൊക്കെ വെച്ച് നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് നല്ല സ്റ്റിച്ച് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള വർക്കൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും. അവിടെ നമുക്ക് എന്തുണ്ട്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ മാത്രമേ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ, പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ ആവർത്തനം എന്നൊരു ടെൻഡൻസി ആയിട്ട് കണക്റ്റഡ് അല്ലേ ഇത് പെർഫെക്ഷൻ? അതെ മാം. അതെ, നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് എന്താ പെർഫെക്ഷനിലേക്ക് ചേരുന്നത് അല്ലേ. യെസ് മാം, റിപ്പീറ്റേഷൻ മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ശരി. Then creativity. Next tendency ആണ് ക്രിയേറ്റിവിറ്റി. ഇതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത് എന്താണ്, പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാനുള്ള മനുഷ്യന്റെ ആ ഒരു പ്രവണതയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കലാസാഹിത്യം അല്ലെങ്കിൽ എല്ലാ മേഖലകളും എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയാണ് അതിന് മുമ്പിലുള്ളത് അല്ലെ. ആർട്ട് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റോറി അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ക്രിയേറ്റിവിറ്റി എന്നൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഒരു നല്ലൊരു സിനിമയായെങ്കിൽ പോലും അല്ലെ, നല്ലൊരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥാകൃത്തിന് മാത്രമേ നല്ലൊരു സിനിമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അല്ലേ? അപ്പൊ ഈ ഒരു ടെൻഡൻസി പലർക്കും പല അളവിലായിരിക്കും അല്ലെ. ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളവരുണ്ടാവും, ക്രിയേറ്റിവിറ്റി കുറഞ്ഞവരുണ്ടാവും. ഇപ്പൊ സുരമ്യ അന്ന് നമ്മുടെ ഓണം സെലിബ്രേഷന് അട ഉണ്ടാക്കിയില്ലേ? അടയല്ലേ ഉണ്ടാക്കിയത്? ഇപ്പൊ സുരമ്യയുടെ വിചാരം എന്താണെന്ന്, ഓണം സെലിബ്രേഷൻ ആണ്, ക്രിയേറ്റീവ് ആയിട്ട് അതൊക്കെ ചിന്തിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. അത് വെറൈറ്റി ആയിരുന്നല്ലേ, നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ ഏറ്റവും വെറൈറ്റി ആയിരുന്നു ആ ഒരു ഐറ്റം അവിടെ പ്രസന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ സുരമ്യ അത് വളരെ ഭംഗിയായിട്ട് അത് അവതരിച്ച് എനിക്ക് കാണിച്ചു ഇലയിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അത് പ്രസന്റ് ചെയ്തു. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് പറഞ്ഞു അല്ലെ. അപ്പൊ അത് സുരമ്യയുടെ ക്രിയേഷൻ ആണ് അല്ലെ. ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് അവരെ കാണിക്കണം അല്ലെങ്കിൽ അത് ഉണ്ടാക്കണം, അവിടെ എന്താണ് അതിന്റെ റെസിപ്പി എന്ന് എന്റെ സ്റ്റുഡൻസ് എന്റെ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ തന്നെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, യെസ്. ഇനി കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയുടെ എക്സാമ്പിൾ ഒന്ന് പറയാമോ? കുട്ടികളില് അയ്യോ, കുട്ടികൾ ക്ലേയിൽ ഉപയോഗിച്ച് നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് കാണിച്ചിട്ടില്ലേ മാം? എന്തോ ക്ലേയിൽ ഉപയോഗിച്ചിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഓരോ തിങ്സ് ഉണ്ടാക്കി കാണിച്ചിരുന്നല്ലോ. എന്റെ മോനെ ഓരോ ചിത്രങ്ങൾ കണ്ടിട്ട് അമ്മ അത് ആനയല്ലേ, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കുത്തി വരച്ചിട്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇമാജിനേഷൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. നമ്മളോട് എങ്ങും നടക്കാത്ത കഥകളൊക്കെ അവർ പറയാറില്ലേ? ഒന്നും നടന്നിട്ടുണ്ടാവില്ല അല്ലെ. കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. ഇല്ലാത്ത പാട്ടുകൾ പാടാറുണ്ട്. ഇവിടെ എന്തൊക്കെയോ അക്ഷരങ്ങൾ വാക്കുകൾക്ക് കൂട്ടിച്ചേർത്ത് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ട്യൂൺ അല്ലെങ്കിൽ മൂളിക്കൊണ്ട് എന്തെങ്കിലും താനാരോ തന്നാരോ ആ ഒരു പാട്ട് ഇങ്ങനെ ആ വരി മാത്രം പാടി നടക്കുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ അക്കാദമിക് മാത്രമല്ല അവരുടെ എന്താണ് അവരുടെ മറ്റ് സ്കിൽ റിലേറ്റഡ് ആയിട്ട് എന്താണ് പലതരത്തിലുള്ള ക്രിയേറ്റീവ് സ്പോർട്സില് ക്രിയേറ്റീവ് ആയിട്ടുള്ളവരാണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് അല്ലെ. ഫിസിക്കലി ക്രിയേഷൻ ആണ് അവർക്ക് കംപ്ലീറ്റ്. മെന്റലി ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളവരാണ് ഇതിലേക്ക് പോകുന്നത് സ്റ്റോറീസ് എഴുതാനായിട്ട്, സാഹിത്യകാരന്മാരായിട്ട്. ഓക്കെ, അപ്പൊ പലവരിലും ഈ സർഗാത്മകത എന്ന് പറയുന്നത് എന്താണ് പല രീതിയിലാണ്, എല്ലാ ടെൻഡൻസിയും പല അളവിലാണ് നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആർട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ആർട്ട് റിലേറ്റഡ് ആണോ ക്രിയേറ്റിവിറ്റി? ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് ക്രിയേറ്റിവിറ്റി ആയിട്ട് കോമഡി സ്കിറ്റ് കാണുമ്പോ നല്ല ക്രിയേറ്റീവ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിക്കും അല്ലെ. ചിരിക്കാനുള്ള എന്തെങ്കിലും അതിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ നല്ല അർത്ഥമുള്ള പാട്ട്, നല്ല ട്യൂണുള്ള പാട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല അല്ലെ ഇഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സോങ് ആയിരുന്നു. അപ്പൊ അതിന്റെ പുറകെ ചിന്തിച്ച അല്ലെങ്കിൽ അത് എഴുതിയ വരികൾ അല്ലെങ്കിൽ അതിന്റെ ട്യൂൺ ചെയ്ത സംഗീത സംവിധായകൻ അത് പാടിയ വ്യക്തി ഇവരുടെയൊക്കെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് ആ ഒരു സോങ്. അതുപോലെ തന്നെ വേറെ ഒരു കുട്ടിയോട് ഞാൻ കേട്ടൊരു കഥയാണ് കേട്ടോ.
ഒരു കുട്ടീനെ ജനലിന്റെ അരികിൽ നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് പറയും ചിത്രം വരയ്ക്കാൻ. നീ എന്താണോ കാണുന്നത് ആ ചിത്രം വരയ്ക്കാൻ പറയുമ്പോ ആ കുട്ടി വരച്ച ചിത്രത്തിലെ ജനലിന്റെ കമ്പികൾ അടക്കം ഉള്ള ഒരു ഇതാണ്. അപ്പൊ ആ ക്രിയേറ്റിവിറ്റി അല്ല കുട്ടിയുടെ അവിടെ കാണിച്ചു. ഓക്കെ, യെസ്. നിങ്ങൾക്ക് എന്തിനോടാണ് ഏറ്റവും ക്രിയേറ്റിവിറ്റി ഉള്ളത്? ഡിഫറെന്റ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ മാം. ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ളത് വളരെ വലിയൊരു ക്രിയേറ്റിവിറ്റി ആണ് അല്ലെ? ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ റെസിപ്പീസും അതിനെ പോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഫുഡ് അത്രയും ഹെൽത്തിയായി മാറുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഒരു ടെൻഡൻസി കൂടി ഉണ്ട്. അത് ഒരു കാര്യം പറയും, ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടക കലാകാരന്മാർ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് എങ്ങനെയാണ് അഭിനയിക്കാൻ പറ്റുന്നത്? ഏത് ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് അവർക്ക് അഭിനയിക്കാൻ പറ്റുന്നത്? ക്രിയേറ്റിവിറ്റി. എല്ലാ ടെൻഡൻസി ഉണ്ട്, പക്ഷെ ക്രിയേറ്റിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും അല്ലെ? ഇപ്പൊ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, ഇപ്പൊ സംവിധായകൻ പറയാണ്, നിങ്ങൾ ആകാശത്ത് നോക്കിയിട്ട് ഫസ്റ്റ് ഒരു ഡയലോഗ് പറയണം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുള്ളൂ അല്ലെ? കുറച്ച് നിങ്ങളൊന്ന് മുന്നോട്ട് നടക്കാം, നിങ്ങളുടെ മുന്നിൽ ഒരു നല്ലൊരു പച്ച പാടമാണ്, മുകളിൽ നല്ല നീലാകാശം നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ മുകളിലേക്ക് ഒന്ന് പതിയെ നടന്നതിന് ശേഷം മുകളിലേക്ക് നോക്കിയിട്ട് എന്ത് പറയണം? ആകാശത്തിന് നീല നിറമാണ് എന്ന് നിങ്ങൾ മുകളിലേക്ക് നോക്കി പതിയെ നടന്നതിന് ശേഷം പതിയെ ഒന്ന് മുകളിലേക്ക് നോക്കിയിട്ട് പറയണമെന്ന് പറയും. ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അല്ലെ? ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. പക്ഷെ അഭിനയിക്കുന്നത് ആരായിരിക്കും? നടനാണോ നടിയായിരിക്കും അഭിനയിക്കുന്നത്. പക്ഷെ അവിടേക്ക് പറഞ്ഞു കൊടുത്ത സാധനം ഈ ആകാശത്തിന് നീല നിറമാണെന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ വളരെ ഭംഗിയായിട്ട് ആള് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ആൾക്ക് അഭിനയിക്കാനുള്ള നല്ല കഴിവുണ്ട്, ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആ ഡയലോഗ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവും. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് കൂടെ എന്ത് തോന്നുള്ളൂ? ആള് നല്ലൊരു അഭിനേതാവാണ് അല്ലെങ്കിൽ അഭിനേതാത്രിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെ? ഓക്കെ, അപ്പൊ പല ഫീൽഡിലും എന്ത് നടക്കുന്നുണ്ട്? ക്രിയേറ്റിവിറ്റി നടക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ നിങ്ങക്ക്? മോഹൻലാലിനൊക്കെ ഡയറക്ടേഴ്സ് പറയുന്ന കേൾക്കുന്നില്ലേ മാം? ജസ്റ്റ് ഡയലോഗ് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, ബാക്കി ഫേഷ്യൽ എക്സ്പ്രഷൻ എല്ലാം ആള് സ്വന്തം തന്നെ ഇടുന്നതാണ്. ഇമോഷൻസ് ഒക്കെ വരേണ്ടത് അതൊന്നും നമുക്ക് ആരെയും എന്താ പറയാ, നമ്മൾ പറയില്ലേ, നമുക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉള്ളിൽ നിന്ന് വരണം, ഉള്ളിൽ നിന്ന് വരണമെന്ന് പറഞ്ഞില്ലേ നമ്മള്, ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വന്നെങ്കിൽ ക്രിയേറ്റിവിറ്റി അത്യാവശ്യമെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെ? എനിക്ക് അഭിനയിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പുറത്തേക്ക് ഇടുള്ളൂ. ഓക്കെ, മാം, ജഗതിയുടെ ചില സീൻസ് കണ്ടിട്ടില്ലേ? ഈ വെറുതെ ജസ്റ്റ് വീഴാൻ പറയുമ്പം ജഗതി ഇങ്ങനെ ബോഡി ഒറ്റ സ്ട്രെച്ച് ആവാതെ വടി പോലെ വീഴുന്നത്. ഇനി വിചാരിക്കും അതെങ്ങനെയാ അങ്ങനെ വീഴുന്നത്? നമ്മൾ എങ്ങനെ വീഴാൻ പറഞ്ഞാലും നമുക്ക് വീഴാൻ പറയുമ്പോൾ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ലേ നല്ല നടന്മാർ. yes ma'am. ഫിസിക്കലി മെന്റലിയൊക്കെ അവര് അതില് സെറ്റ് ആണ്. നമുക്ക് നല്ലൊരു നടനെയാണ് നഷ്ടപ്പെട്ടത് അല്ലെ? ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉള്ളത് കൊണ്ട് മാത്രമാണ് തിരിച്ചിരിക്കുന്നത് ചെയ്ത് അല്ലെ? യെസ് മാം, നമ്മളൊക്കെയാണ് അവസ്ഥയിൽ വെച്ചാൽ ഇപ്പൊ എപ്പോഴേ പോയനെ. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പോയി കഴിഞ്ഞാലും അവരെ ഒന്നും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യില്ല. കാരണം അവരെപ്പോഴും എനിക്ക് ഈ പണ്ടത്തെ പപ്പൂനെ കണ്ടിട്ടില്ലേ? എത്ര കാലം മുന്നേ മരിച്ചു പോയത്. പക്ഷേ നമ്മ മണിച്ചിത്രത്താഴിലെ ചെമ്പരത്തി വെച്ച് സീനൊക്കെ ചാടി പോകുന്നത് നമുക്ക് ഇപ്പോഴും നല്ല വിഷ്വലായിട്ട് കാണുന്നുണ്ട്. കാട്ടുപറമ്പന്. അപ്പൊ നമ്മൾക്ക് ഒരു ടെൻഡൻസി കൂടി ബാക്കിയുണ്ട്. ഞാൻ വിചാരിച്ചത് തീരുന്നതാണ് കേട്ടോ. അപ്പൊ ഇൻഡിപെൻഡൻസും പിന്നെ ഒരു പാരഗ്രാഫും ഉണ്ടോ? ഒരു പാരഗ്രാഫ് അല്ല, ഈ ഒരു ബോക്സ് ഉണ്ടോ? നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഒന്ന് വായിച്ചിട്ടുണ്ടോ? തന്നെ അടുത്ത ക്ലാസ് കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും പോകുന്നത്. ഞാൻ ഇന്നാണോ വിചാരിച്ചത്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചു വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. റിവിഷൻ ഒന്നും ചെയ്യില്ല. കൊടുത്തിട്ട് ഏത് ടെൻഡൻസീസ് ആണ്, അത് ഏത് ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ അതിലൊരു എക്സാമ്പിൾ നോക്കിയേ. അണ്ടർസ്റ്റാൻഡിംഗ് ദ എൻവയോൺമെന്റ് ഏത് ടെൻഡൻസി ആയിട്ട് വരും? അണ്ടർസ്റ്റാൻഡിംഗ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ വരും, എക്സ്പ്ലോറേഷനും വരുന്നുണ്ട് അവിടെ അല്ലെ? എക്സ്പ്ലോറേഷനും വരുന്നുണ്ട് അവിടെ. കേട്ടോ, ക്യൂരിയോസിറ്റി. അബ്സ്ട്രാക്ഷൻ ക്യൂരിയോസിറ്റി ഏത് റിലേറ്റഡ് സബ്ജക്റ്റിലായിരിക്കും നമുക്ക് ഇത് തോന്നുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്യുവർ സയൻസ് അല്ലെ? അത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്യുവർ സയൻസ് കണ്ടെത്താനായിട്ട് പ്യുവർ സയൻസിൽ എന്തൊക്കെ തിയറീസ് ഉണ്ട്, എന്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ അതൊക്കെ
ക്യൂരിയോസിറ്റി ഉണ്ടാവും, നമുക്ക് എക്സ്പ്ലോറേഷൻ ഉണ്ടാവും കണ്ടെത്താനായിട്ട്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓരോ ടേബിൾസ്. മാം ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിന് ടെസ്റ്റ് എക്സാമിന് വരുന്നത് എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും? എക്സാം ഇല്ല അങ്ങനെയല്ല വരുന്നത്. ഓരോ ടെൻഡൻസിയിൽ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചർ ഓരോന്നിനും നോട്ട് ഇട്ടിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് എന്താണെന്ന് ഒരു 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് മാത്രം എന്തെങ്കിലും ചോദിക്കുള്ളൂ. അപ്പൊ അതുങ്ങളൊക്കെ എനിക്ക് ടെൻഡൻസിന് ഒരു ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ അതില്ല. ക്ലാസ് റൂമിൽ ഇടുവോ മാം? എന്തോ നോട്ട് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യോ? ആ അടുത്ത വീക്കിൽ ഇടും കേട്ടോ. അതായത് മോക്ക് ടെസ്റ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോ ടെൻഡൻസി എന്താണെന്ന് ടീച്ചർ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സത്യം പറഞ്ഞാലേ എന്റെ കയ്യിൽ നിന്ന് ആ നോട്ട് മിസ്സായിട്ടുണ്ട്. ഓൾറെഡി ഇതിലുള്ളതുകൊണ്ടാണ്, നമ്മുടെ സിസ്റ്റത്തിലുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ അത് കിട്ടില്ലായിരുന്നു. എന്റെ നോട്ട്ബുക്ക് എങ്ങനെ മിസ്സായപ്പോഴും പ്രാക്ടിക്കൽസിന് വന്നപ്പോഴാണ് എന്താണെന്ന് അറിയില്ല, അത് കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. ഞാൻ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഭാഗ്യത്തിന് 5-നും 6-നൊക്കെ കൊടുത്തതുകൊണ്ട് അവരുടെ കയ്യിൽ ആ നോട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ആ നോട്ടിൽ എഴുതി വെച്ചത് പറഞ്ഞു കൊടുക്കാതെ എനിക്കത് പറ്റില്ല. കാരണം ഇത്രയും ക്ലാസ്സുകളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ആ നോട്ട് ഇട്ടതിന് ശേഷം അത് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതോടൊന്ന് വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതിൽ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും 2-3 ടെൻഡൻസി കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസിയാണ്, ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരണം. അപ്പൊ അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. 14 മാത്രമല്ല, അതിനുശേഷം പലതും കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് ടെൻഡൻസിന്റെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന 14 ടെൻഡൻസി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ ഈ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്ന ആൾക്കാരില്ലേ, നമ്മുടെ പടം നമ്മളവിടെ നിന്നിട്ട് ഈ ക്രിയേറ്റിവിറ്റി ഡ്രോയിങ് ഒക്കെ ചെയ്യില്ലേ? ഡ്രോയിങ് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. അല്ല, നമ്മുടെ ഒക്കെ പടം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, നമ്മളെ നമ്മളെ കണ്ടപ്പോ തന്നെ ഒബ്സർവ് ചെയ്ത് പടം വരയ്ക്കുന്ന ആൾക്കാരാണ് ഉദ്ദേശിച്ചത്. അതെ, ക്രിയേറ്റിവിറ്റി ആണ്, ഇമാജിനേഷൻ ആണ്, കോൺസെൻട്രേഷൻ ഉണ്ട്, എക്സ്പ്ലോറേഷൻ ഉണ്ട്. അതിലൊക്കെ എല്ലാം ഉണ്ടോ. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ പടം വളരെ ഭംഗിയായിട്ട് മാറുന്നത്. കൂടാതെ അയാൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ പടം വരയ്ക്കാനായിട്ട്. ആളുടെ എഫേർട്ട് അല്ലെ. നമ്മൾ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ 14 ടെൻഡൻസി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് കണക്റ്റഡ് ആണ്. സൈൻ ഔട്ട് ആരാ? മാം ഞാനാ, ജെറുഷ. As we come to the end of today's session, I would like to share a short story related to World Cotton Day. Once there was a small cotton seed that was buried deep in the soil. It waited patiently through the heat and rain, never giving up. Slowly, it sprouted into a tiny plant and grew into a big cotton tree. When the farmer harvested the cotton, it was made into soft clothes that kept people warm and happy. The cotton plant realized that its hard work and patience had made many people smile. Moral: patience and hard work always bring beautiful results, just like cotton, which teaches us to grow, give, and spread comfort to others. Thank you and have a nice day. Thank you, ma'am. നിങ്ങൾ നമ്മളെ വിജയദശമി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴല്ലേ കാണുന്നത് അല്ലേ? അതെ മാം. നിങ്ങളുടെ ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വിജയദശമി ദിനത്തില് ക്ലാസിക്കൽ ഡാൻസിന് ജോയിൻ ചെയ്തോ. കുറെ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ അത് നടന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം. Congrats, ma'am. Thank you. Congratulations, ma'am. ശരി കേട്ടോ. താങ്ക് യു. Thank you. ഞാൻ പറയാറില്ലേ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. Thank you, ma'am. താങ്ക് യു.